അങ്ങനെ ഒടുവിൽ സ്പെയിൻ വീണ്ടും ഒരിക്കൽ കൂടി ലോക ചാമ്പ്യന്മാരാകുന്നു. 2019 ശേഷം നീണ്ട 16 വർഷത്തെ കാത്തിരിപ്പ്. 2010 ശേഷം അങ്ങനെ 2026 വീണ്ടും സ്പാനിഷ് മണ്ണിലേക്ക് ലോക കിരീടം പോകുന്നു. ഫെറാൻ ടോറസ് ആണ് ഗോൾ നേടിയ ലോക കിരീടം സ്പെയിന് സ്വന്തമാക്കി നൽകുന്നത്. അർജന്റീനയ്ക്ക് തിരിച്ചടിയായത് എൻസോ ഫെർണാണ്ടസിന് ചുവപ്പ് കാർഡ് കിട്ടിയതാണ്. ഒപ്പം തന്നെ ഈ കളിയിലുടനീളം തുടക്കം മുതൽ അവസാനം വരെ സ്പെയിൻ തന്നെയാണ്. ഒരു ആദ്യ നിശ്ചിത സമയത്ത് ഒരു ഷോട്ട് പോലും കളിയിലേക്ക് തൊടുക്കാൻ അർജന്റീനയ്ക്കായില്ല എന്നത് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യമാണ്. മികച്ച മത്സരം കാണിച്ച് ഫൈനൽ വരെ എത്തിയെങ്കിലും ഫൈനലിൽ ആ മത്സരത്തിന്റെ ഒരു തരത്തിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഇപ്പോൾ ഈ ആരാധകരൊക്കെ ഇവിടുന്ന് വരുന്നത് കാണാം. സ്പാനിഷ് ആരാധകരാണ്, കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഇത് ഈ കോളേജ് പിള്ളേരൊക്കെ കളിച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. സ്കൂൾ പിള്ളേരൊക്കെ കളിച്ചിട്ട് കാര്യമില്ല. കോളേജ് പിള്ളേരൊക്കെ കളിക്ക്. ഞമ്മക്ക് എന്ത് മെസ്സിനെ പൊട്ടിയിൽ പൂട്ടി കെട്ടിയിട്ടുണ്ട്. വലിയ സന്തോഷത്തിലാണ് സ്പാനിഷ് ആരാധകരൊക്കെ ഇവിടുന്ന് പോകുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ബാഴ്സലോണയുടെ 8 താരങ്ങളെ വെച്ചാണ് കപ്പടിച്ചത്. 8 താരങ്ങൾ വെച്ചത് കപ്പടിച്ചു. പ്രത്യേകിച്ച് ഗോൾ അടിച്ചതും ബാഴ്സലോണ താരം ഫെറാൻ ടോറസ്. ഞമ്മക്കെന്ത് മെസ്സി സ്കൂൾ പിള്ളേരൊക്കെ കളിച്ചിട്ടുണ്ടാവും. കോളേജ് പിള്ളേരൊക്കെ കളിക്ക്. വലിയ സന്തോഷത്തിലാണ് സ്പാനിഷ് ആരാധകർ. വളരെ കുറച്ച് ആരാധകർ മാത്രമാണ് സ്പെയിന്റെ ആരാധകരായി ഇവിടെയുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ സാമ്പാർ മുന്നണിയുടെ ആരാധകരാണ്. മുൻപ് ബ്രസീലിന്റെയും ഇംഗ്ലണ്ടിന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ ആരാധകരായിരുന്ന കുറെ ആളുകൾ ഇവിടെ സ്പെയിനെ പിന്തുണച്ചെത്തിയിട്ടുണ്ട്. പക്ഷേ അർജന്റീനയുടെ ആരാധകർ ചേട്ടാ വലിയ നിരാശയിലാണ് ഇവിടെ മടങ്ങുന്നതല്ലേ? ഇല്ല, ഞാൻ ആക്ച്വലി ബ്രസീലാണ്. മെസ്സിക്ക് വേണ്ടി വന്നതാണ്. ഒരു ബ്രസീൽ ആരാധകൻ അർജന്റീനയുടെ ജേഴ്സിയിട്ട് വരുന്നു. ബ്രസീൽ ആരാധകനാണ്, പക്ഷെ മെസ്സിക്ക് വേണ്ടി വന്നതാണ്. മെസ്സിക്ക് വേണ്ടി വന്നു, പക്ഷെ ബലം ഉണ്ടായില്ല. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. വലിയ നിരാശയിലാണ് ഇവിടുന്ന് അർജന്റീന ആരാധകർ പോകുന്നത്. പക്ഷേ മെസ്സി ഒരുപക്ഷെ മെസ്സിയുടെ അവസാന ലോകകപ്പ് കൂടിയാണ്. ലാസ്റ്റ് ഡാൻസ് എന്ന് തന്നെയാണ് മെസ്സി ഈ ലോകകപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ അവസാന നൃത്തത്തിൽ പക്ഷേ കിരീടം നേടി ഇവിടെ നിന്ന് മടങ്ങാൻ മെസ്സിക്കും സംഘത്തിനും ആകുന്നില്ല. നിലവിലെ ലോക ചാമ്പ്യന്മാരായിരുന്ന അർജന്റീന ഫൈനൽ മത്സരത്തിൽ സ്പെയിനോട് തോറ്റ്. ഗോട്ടിന് പിള്ളേർ തീർത്തു. യാഫാന്റെ പിള്ളേർ സൂപ്പർ, ഒന്നും പറയാനില്ല. അർജന്റീനയുടെ കളിയും വളരെ മോശമായിരുന്നല്ലേ ഇന്നത്തെ? വളരെ മോശമാണ്. അവരുടെ കയ്യിൽ ബോളും ഇല്ല, ഒന്നുമില്ല. എങ്ങനെയുണ്ടായിരുന്നു കളി? നല്ലതായിട്ടുണ്ടായിരുന്നു. ആരുടെ ഫാനായിരുന്നു? സ്പെയിന് ജയിച്ച് കപ്പടിച്ചു. ഹാപ്പി ആയോ? ഹാപ്പിയായി. അപ്പം സ്പെയിന്റെ ആരാധകർ എതിരെയുള്ള അതേ മെഡിസിൻ അവർക്ക് തിരിച്ചു കിട്ടി. സ്പെയിന്റെ ആരാധകർ വലിയ സന്തോഷത്തിൽ ഇവിടെ നിന്ന് പോകുന്നു. പക്ഷെ നിലവിലെ ലോക ചാമ്പ്യന്മാർ ഏറ്റവും അധികം മത്സരം കാണാൻ ഇവിടെ എത്തിയത് അർജന്റീനയുടെ ആരാധകരാണ്. അവരൊക്കെ വലിയ സന്തോഷത്തിൽ. ഒന്നും പറയാനില്ല, സമ്പൂർണ്ണ വിജയം. വലിയ നിരാശയിലാണ് ഇവിടെ നിന്ന് മടങ്ങുന്നതല്ലേ? യു വിൻ സം യു ലൂസ് സം, എല്ലാം ജയിക്കാൻ പറ്റില്ല, കുഴപ്പമില്ല. അതായത് നമ്മുടെ ജനറേഷനിലുള്ള ആളുകൾ ഒരുപാട് കാലം കപ്പില്ലാതിരുന്ന ആളുകളാണ് അർജന്റീനയ്ക്ക്. പക്ഷെ തുടർച്ചയായി കോപ്പ് കിട്ടുന്നു, ഇതുവരെ കപ്പില്ലാത്തവരും 20 കൊല്ലം മുമ്പ് കപ്പടിച്ചവരാണ് ഞങ്ങളെ കളിയാക്കുന്നത്. കുഴപ്പമില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം, ബാഴ്സലോണയുടെ 8 താരങ്ങൾ ഈ ലോകകപ്പിൽ സ്പെയിന് വേണ്ടി കളിച്ചു. ലോകകപ്പിന്റെ ഫൈനലിൽ ഗോൾ അടിച്ചതും ബാഴ്സലോണയുടെ താരമാണ്. അതുകൊണ്ട് ഞങ്ങൾ ബാഴ്സ ഫാൻസ് അങ്ങനെ ഈ ലോകകപ്പ് അവസാനിക്കുമ്പോൾ ആശ്വസിക്കും. ഏതായാലും സ്പെയിൻ ലോക ചാമ്പ്യന്മാരാകുന്നു. ഇനിയുള്ള 4 വർഷക്കാലം സ്പെയിൻ ലോക ചാമ്പ്യന്മാരായി തന്നെ തുടരും. നിലവിലെ ലോക ചാമ്പ്യന്മാരായിരുന്ന അർജന്റീന ഫൈനൽ മത്സരത്തിൽ 2014 ജർമ്മനിയോട് തോറ്റ് പരാജയപ്പെട്ട അർജന്റീന പിന്നീട് 2022 കപ്പടിക്കുന്നു. വീണ്ടും 2026 ഫൈനലിലെത്തുന്നു. പക്ഷേ നിരാശയോടല്ല അർജന്റീന ആരാധകർ മടങ്ങുന്നത്. ഒരുപക്ഷെ മെസ്സി ഇനി ലോകകപ്പിൽ കളിക്കില്ല എന്നൊരു സങ്കടം അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ അർജന്റീന ശക്തമായി തന്നെ തിരികെ വരും. കാരണം വലിയ തോൽവിയുടെ പടികുഴിയിൽ അല്ലെങ്കിൽ കപ്പൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ അർജന്റീനയുടെ ആരാധകരാകുന്നത്. അവിടുന്ന് പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി കോപ്പ അമേരിക്ക കിരീടങ്ങളും ലോകകപ്പും ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെയൊക്കെ സന്തോഷം അർജന്റീന ആരാധകർക്കുണ്ട്. ഏതായാലും ഇപ്പോൾ നിരാശയുണ്ടെങ്കിലും അർജന്റീന ശക്തമായി തിരികെ വരും. വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ, ബാഴ്സലോണയുടെ താരം തന്നെയാണ് ഫൈനലിൽ അവസാന ഗോൾ നേടിയിട്ടുള്ളതും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ നിതിൻ സേവ്യർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.